ഹായ് ഫ്രണ്ട്സ്, GK PSC വിന്നറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയൻ നദികളായ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു. ഇന്ന് നമുക്ക് അവസാന ഹിമാലയൻ നദിയായ സിന്ധുവിനെക്കുറിച്ചും സിന്ധുവിൻ്റെ പോഷക നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചും പഠിക്കാം. സിന്ധു നദി. സിന്ധു നദിയുടെ പഴയൊരു പേരാണ് ഇൻഡസ്. സിന്ധു നദിയുടെ പഴയ പേരാണ് ഇൻഡസ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്ററാണ്. എന്നാൽ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ 2019 റിപ്പോർട്ട് പ്രകാരം 1114 കിലോമീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ PSC ചോദ്യപേപ്പറിൽ ഈ രണ്ട് ഓപ്ഷനുകളും നൽകുകയാണെങ്കിൽ 1714 കിലോമീറ്റർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദി കൂടിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു. സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നതാണ് മോഹൻജദാരോ. സിന്ധു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മോഹൻജദാരോ. സിന്ധു നദീതീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധു, രവി. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധു, രവി. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയുമാണ് സിന്ധു നദി ഒഴുകുന്നത്. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയുമാണ് സിന്ധു നദി ഒഴുകുന്നത്. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികളാണ് സിന്ധു, സരസ്വതി, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികളാണ് സിന്ധു, സരസ്വതി, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. ചിനാബ് നദിക്ക് കുറുകെ
പണിതിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹാർ ഡാം. കാശ്മീരിൽ ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹാർ ഡാം. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്താണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. മെഗസ്തനിസിന്റെ ഇന്ത്യക്ക് ആ പേര് നൽകുവാൻ പ്രചോദനമായ നദിയാണ് ഇൻഡസ് അഥവാ സിന്ധു. മെഗസ്തനിസിന്റെ ഇന്ത്യക്ക് ആ പേര് നൽകുവാൻ പ്രചോദനമായ നദിയാണ് ഇൻഡസ് നദി അഥവാ സിന്ധു നദി. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19 ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് ആയൂബ് ഖാനും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19 കരാർ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. ഇതൊക്കെയാണ് സിന്ധു നദിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്തതായി സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളെ കുറിച്ച് പഠിക്കാം. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് ഝലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ്. ആദ്യം നമുക്ക് ഝലം നദിയെക്കുറിച്ച് പഠിക്കാം. ഝലം നദിയുടെ ഉത്ഭവസ്ഥാനം കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ്. ഝലം നദിയുടെ ഉത്ഭവസ്ഥാനം കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ്. പ്രാചീന കാലത്ത് ഝലം നദിയെ അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന പേരിലാണ്. പ്രാചീന കാലത്ത് ഝലം നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന പേരിലാണ്. ഝലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണമാണ് ശ്രീനഗർ. ഝലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണമാണ് ശ്രീനഗർ. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഝലം. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഝലം. ഉറി ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഝലം. ഉറി ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഝലം. ഝലം നദി ചിനാബ് നദിയുമായി കൂടിച്ചേരുന്ന പ്രദേശമാണ് ട്രിമു. ഝലം നദി ചിനാബ് നദിയുമായി കൂടിച്ചേരുന്ന പ്രദേശമാണ് ട്രിമു. ഇതൊക്കെയാണ് ഝലം നദിയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി നമുക്ക് ചിനാബ് നദിയെക്കുറിച്ച് പഠിക്കാം. ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ബറ ലാച്ച ല എന്ന സ്ഥലത്ത് നിന്നാണ്. ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ബറ ലാച്ച ല എന്ന സ്ഥലത്ത് നിന്നാണ്. പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്ന പേരിലാണ്. പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്ന പേരിലാണ്. ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികളാണ് ചന്ദ്ര, ബാഗ. ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികളാണ് ചന്ദ്ര, ബാഗ. ബഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചിനാബ്. ബഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചിനാബ്. ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുതി പദ്ധതികളാണ് ബഗ്ലിഹാർ, സലാൽ, ദുൽഹസ്തി. ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുതി പദ്ധതികളാണ് ബഗ്ലിഹാർ, സലാൽ, ദുൽഹസ്തി. ഇതൊക്കെയാണ് ചിനാബ് നദിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി നമുക്ക് രവി നദിയെക്കുറിച്ച് പഠിക്കാം. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണമാണ് ലാഹോർ. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണമാണ് ലാഹോർ. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയെയാണ്. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ്.
പ്രാചീന കാലത്ത് രവി നദി അറിയപ്പെട്ടിരുന്നത് പരൂഷ്ണി, ഐരാവതി എന്നീ പേരുകളിലാണ്. പ്രാചീന കാലത്ത് രവി നദി അറിയപ്പെട്ടിരുന്നത് പരൂഷ്ണി, ഐരാവതി എന്നീ പേരുകളിലാണ്. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് പഞ്ചാബിലെ രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് പഞ്ചാബിലെ രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെയാണ് രവി നദിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്തതായി നമുക്ക് ബിയാസ് നദിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സിനെ പറ്റി പഠിക്കാം. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് പിബാസ എന്ന പേരിലാണ്. പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് പിബാസ എന്ന പേരിലാണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ബിയാസ് സത്ലജുമായി കൂടിച്ചേരുന്നത് പഞ്ചാബിലെ കപൂർത്തല എന്ന സ്ഥലത്ത് വെച്ചാണ്. ബിയാസ് സത്ലജുമായി കൂടിച്ചേരുന്നത് പഞ്ചാബിലെ കപൂർത്തല എന്ന സ്ഥലത്ത് വെച്ചാണ്. ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ഇതൊക്കെയാണ് ബിയാസ് നദിയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി നമുക്ക് സത്ലജ് നദിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കാം. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ്. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സത്ലജ്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സത്ലജ്. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്ര നങ്കൽ. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്ര നങ്കൽ. ബക്ര നങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്നത് ഗോവിന്ദ് സാഗർ എന്ന പേരിലാണ്. ബക്ര നങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്നത് ഗോവിന്ദ് സാഗർ എന്ന പേരിലാണ്. പ്രാചീന കാലത്ത് സത്ലജ് അറിയപ്പെട്ടിരുന്നത് ശതാദ്രു എന്ന പേരിലാണ്. പ്രാചീന കാലത്ത് സത്ലജ് അറിയപ്പെട്ടിരുന്നത് ശതാദ്രു എന്ന പേരിലാണ്. സത്ലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദിയിലാണ്. സത്ലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദിയിലാണ്. ഇതൊക്കെയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെ കുറിച്ചുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിക്കാം. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി. നർമ്മദ, താപ്തി നദികളുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. നർമ്മദ, താപ്തി നദികളുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. ഇനി നമുക്ക് ഓരോ നദികളുടെയും
പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കാം. ആദ്യത്തെ നർമ്മദ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അമർകണ്ടക് കുന്നവിലെ മെക്കാല പർവ്വത നിരകളിൽ നിന്നാണ്. മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മെക്കാല പർവ്വത നിരകളിൽ നിന്നാണ് നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. വിദ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. വിദ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോഷങ്കാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡാല. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോഷങ്കാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മണ്ഡാല. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി കൂടിയാണ് നർമ്മദ. നർമ്മദയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ NWDT സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6-നാണ്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ NWDT സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6-നാണ്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസ്വാമി. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ സംഘടനയുടെ നേതാവായിരുന്നു മേധ പട്കർ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവായിരുന്നു മേധ പട്കർ. മേധ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. പാർട്ടിയുടെ പേര് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടമാണ് നർമ്മദ. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടമാണ് നർമ്മദ. റൂഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. റൂഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം ഗൾഫ് ഓഫ് കമ്പാട്ട് വെച്ചിട്ടാണ്. നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം ഗൾഫ് ഓഫ് കമ്പാട്ടിൽ വെച്ചാണ്. ഇതൊക്കെയാണ്
നർമ്മദ നദിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്ത നദിയെ കുറിച്ച് പഠിക്കാം. താപ്തി. താപ്തി നദിയുടെ ഉത്ഭവം സത്പുര നിരയിലെ മുൾട്ടായ് റിസർവ് വനത്തിൽ നിന്നാണ്. മധ്യപ്രദേശിലെ സത്പുര നിരയിലെ മുൾട്ടായ് റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദിയുടെ ഉത്ഭവം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. താപ്തി നദിയുടെ നീളം 724 കിലോമീറ്റർ ആണ്. താപ്തി നദിയുടെ നീളം 724 കിലോമീറ്റർ ആണ്. താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് സൂററ്റ്. താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് സൂററ്റ്. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. നർമ്മദയുടെ ഇരട്ട എന്നും താപ്തി നദിയെക്കുറിച്ച് അറിയപ്പെടുന്നു. നർമ്മദയുടെ ഇരട്ട എന്നും അറിയപ്പെടുന്ന നദിയാണ് താപ്തി. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുതി പദ്ധതികളാണ് ഉക്കായ്, കക്രാപാറ. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുതി പദ്ധതികളാണ് ഉക്കായ്, കക്രാപാറ. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഉക്കായ് ഡാം. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഉക്കായ് ഡാം. താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. ഇതൊക്കെയാണ് താപ്തി നദിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്തതായി നമുക്ക് മഹാനദിയെക്കുറിച്ച് പഠിക്കാം. മഹാനദിയുടെ ഉത്ഭവം അമർകണ്ടക് കൊടുമുടിയിൽ നിന്നാണ്. ഛത്തീസ്ഗഡിലെ അമർകണ്ടക് കൊടുമുടിയിൽ നിന്നാണ് മഹാനദിയുടെ ഉത്ഭവം. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ ആണ്. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ ആണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഷിയോനാദ്, ടെൽ, ഇബ്. മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഷിയോനാദ്, ടെൽ, ഇബ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാദ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാദ്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് സാമ്പാൽപൂർ, കട്ടക്ക്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് സാമ്പാൽപൂർ, കട്ടക്ക്. ഹിരാക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. ഹിരാക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുണ്ട്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുണ്ട്. മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. നമുക്ക് അടുത്ത നദിയെക്കുറിച്ച് പഠിക്കാം. കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബാലേശ്വരിൽ നിന്നാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബാലേശ്വരിൽ നിന്നാണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. പാതാളഗംഗ, തെലുങ്കു ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ എല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു. പാതാളഗംഗ, തെലുങ്കു ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന
പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ ഡാം, അലമാട്ടി ഡാം. കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ ഡാം, അലമാട്ടി ഡാം. കൃഷ്ണ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ. കൃഷ്ണ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ. കൃഷ്ണ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. കൃഷ്ണ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാണ് കൃഷ്ണ നദിയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന നദിയാണ് കാവേരി നദി. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്ററാണ്. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്ററാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടക. തമിഴ്നാടും കർണാടകയും തമ്മിലാണ് കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്നത്. കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിനു വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം 1990-ലാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭവാനി, പാമ്പാർ, കബനി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭവാനി, പാമ്പാർ, കബനി. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണ രാജസാഗർ ഡാം. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജ സാഗർ ഡാം. ഇതൊക്കെയാണ് കാവേരി നദിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി നമുക്ക് ഗോദാവരി നദിയെ പറ്റി പഠിക്കാം. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നുമാണ് ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്ററാണ്. ഗോദാവരി നദിയുടെ നീളം 1465 കിലോമീറ്ററാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. ഗോദാവരിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്. ഗോദാവരിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്. ഇതൊക്കെയാണ് ഗോദാവരി നദിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്.
ഇതൊക്കെയാണ് ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചുള്ള പോയിന്റ്സും പഠിച്ചു. ഈ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ PSC എക്സാമിനു നദികളെ പറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നന്നായി ഉത്തരം നൽകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല ക്ലാസ്സുകളുമായി ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.